ദൈവമേ, ഞാൻ അങ്ങേ മുൻപിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങനെക്കായി കരുതി വച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. അനുദിനം നിൻ കൈകളെന്നെ തഴുവിടും. സ്നേഹമോർത്താൽ മനം നിറയും. സ്തുതിസ്തോത്രം പാടിയെന്നും വാഴ്ത്തിടും ഞാൻ. മനസ്സിലെന്നെ കരുതിടുന്ന കരുണയെ ഞാൻ ഓർത്തിടുന്നു. ഇരുളുമൂടും വഴികളിൽ ഞാൻ ഇടയനില്ലതലഞ്ഞ നാളിൽ പേര് ചൊല്ലി തേടി വന്നു. മാറിലെന്നെ ചേർത്ത സ്നേഹം. ദൈവമേ, ഞാൻ അങ്ങേ മുൻപിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങനെക്കായി കരുതി വച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നുറങ്ങി. അവിടുത്തെ കരം നമ്മെ താങ്ങിയതിനാൽ ആരോഗ്യത്തോടെ ഉണരുവാൻ ദൈവം സഹായിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഒരുക്കാം. ചിന്താവിഷയം: ഗോഡ് ഈസ് മൈ ഹെൽപ്പർ. കർത്താവ് എനിക്ക് തുണ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 9-ാം വാക്യം. ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 50 വേഴ്സ് 9. Behold, the Lord God helps me. Who will declare me guilty? ഇതാ, യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവനാർ? ആമേൻ. കർത്താവ് എനിക്ക് തുണ. കർത്താവ് തുണയുള്ള ഒരു വിശ്വാസിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം തന്നോടൊപ്പമുള്ളത് തന്നെ. ആ വിശ്വാസം നമ്മെ രക്ഷിക്കുന്നു. ആ വിശ്വാസം നമ്മെ ശക്തീകരിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് തോൽവിയുടെയും നിരാശയുടെയും കുരുരിൽ താഴ്വരയിൽ കൂടി പ്രയാണം ചെയ്യേണ്ടി വരും. എന്നാൽ നമുക്ക് സഹിക്കാവുന്നതിൽ കൂടുതലായ അനുഭവങ്ങൾ കൂടി അവിടുന്ന് നമ്മെ നടത്തുകയില്ല എന്നത് നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. സങ്കീർത്തനങ്ങൾ 46:1 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. Psalm 46 verse 1. God is our refuge and strength, a very present help in trouble. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഈ സത്യം നാം എപ്പോഴും ഓർക്കണം. യേശുവോടൊത്ത് നമുക്ക് അവിടുത്തെ കൈപിടിച്ച് നടക്കാം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ്സിൻ ദിനങ്ങൾ സ്നേഹത്തിൽ നിറയപ്പെട്ടവരായി ജീവിക്കാം. ദൈവം നമ്മെ എന്തിനായി വിളിച്ചിരിക്കുന്നുവോ അതിനുള്ള ശക്തിയും ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിൽ, ധൈര്യത്തിൽ നമുക്ക് മുന്നേറാം. നമ്മെ കർത്താവിനായി പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അവിടത്തേക്ക് വേണ്ടി പ്രവർത്തിപ്പാനും നമുക്ക് വഴികൾ കണ്ടെത്തുവാനും സാധിക്കും. യേശുവിൻ്റെ ജീവിക്കുന്ന സാക്ഷികളായി നമുക്ക് തീരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. പ്രിയനായ കർത്താവേ, അവിടുന്ന് എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം ഉള്ള കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ കരം പിടിച്ച് അവിടുത്തോടൊപ്പം ജീവിപ്പാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും സ്പർശിക്കണം. കുടുംബമായി ഹല്ലേലൂയ അങ്ങയിൽ പൂർണ്ണമായിട്ട് ജോഷുവ ആശ്രയിച്ചതുപോലെ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയിൽ നോക്കി പ്രകാശിതരായി മുഖം ലജ്ജിച്ചു പോകാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ കൃപ
കരയണം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അപ്പാ, നിന്റെ മക്കളായ ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാവ് ഒഴുക്കുന്ന തൊട്ടിയെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പാ, നന്ദി. ഞങ്ങളുടെ തോട്ടങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദിയപ്പാ. ഞങ്ങളുടെ തലമുറകളെ വിടുവിച്ച് അനുഗ്രഹിച്ച് ഉള്ളം കയ്യിൽ അവരെ വഹിക്കുന്നതിനായി നന്ദി. സകല സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഹല്ലേലൂയ ഞങ്ങളുടെ തലമുറകളെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സംസ്ഥാനമായ കേരളത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിനെ അനുഗ്രഹിക്കണം. അപ്പാ, ഈ സമയത്ത് യുദ്ധക്കെടുതിയിൽ ജീവിതം നഷ്ടപ്പെട്ട നിരപരാധികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായക, സൗഖ്യദായക, സമാധാന പ്രഭുവേ, ആധിപത്യം തോളിലുള്ളവനെ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുന്നവനെ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ലോകരാഷ്ട്രങ്ങളുടെ അല്ലെങ്കിൽ തലവന്മാരുടെ അല്ലെങ്കിൽ ജീവിതത്തെ അവിടുന്ന് സ്പർശിക്കണമേ. സമാധാന പ്രേമികളായി മാറുവാൻ അവരെ സഹായിക്കണമേ കർത്താവേ. ദ്രവ്യാഗ്രഹ അവരുടെ ഉള്ളിൽ നിന്നും മാറി, സ്തോത്രം, സ്തോത്രം. സഹോദര സ്നേഹം, മനുഷ്യത്വമുള്ളവരായി തീരുവാൻ അവരെ സഹായിക്കണം. സഹജീവിയെ കൊന്നൊടുക്കുന്ന ക്രൂരമായ പ്രവണത മാനവരാശിയിൽ നിന്ന് പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി അവിടെ തന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമേ, നിൻ വീട്ടിലെത്താൻ ആത്മദാഹമേറിടുന്നു. തിരുമുഖത്തിൻ ശോഭ കാണാൻ ആത്മനയനം കാത്തിരിപ്പു. ഒരു നിമിഷം പോലും അങ്ങേ പിരിയുവാൻ കഴിയുകില്ല. ദൈവസ്നേഹം രുചിച്ചറിഞ്ഞു ധന്യമായി എൻ്റെ ജന്മം. ദൈവമേ, ഞാൻ അങ്ങേ മുൻപിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങനെക്കായി കരുതി വച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. അനുദിനം നിൻ കൈകളെന്നെ തഴുകിടും. സ്നേഹമോർത്താൽ മനം നിറയും. സ്തുതി സ്തോത്രം പാടിയെന്നും വാഴ്ത്തിടും ഞാൻ.